ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പാർത്തൻ രവി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത്. ഗോവ, നമ്മുടെ സൗത്ത് ഇന്ത്യ ടൂറിന്റെ ലാസ്റ്റ് വീഡിയോ. പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിലെ ലാസ്റ്റ് വീഡിയോ അല്ല, സൗത്ത് ഇന്ത്യ ടൂറിന്റെ ലാസ്റ്റ് വീഡിയോ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നമ്മുടെ വ്ളോഗെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം നല്ല ഡയലോഗ് അടിച്ച് സെറ്റാക്കി തന്നെയാണ് ഇത്രയും ദിവസത്തെ വീഡിയോ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമ്മുടെ സൗത്ത് ഇന്ത്യ ട്രിപ്പ് ഒരു കിടുക്കാച്ചി ട്രിപ്പായിരുന്നു. എന്തായാലും എനിക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ കൂട്ടുകാർക്ക് ഒരുമിച്ച് ഇതേപോലെ ഒരു ട്രിപ്പ് ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ്. നമ്മുടെ നമ്മുടെ ഈ കോളേജിൽ നിന്നൊക്കെ പോകുന്നത് ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് സംഭവമായിരിക്കും 10 വർഷം കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മളെ ഗോവയ്ക്ക് നിങ്ങൾ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കരുത്. കാരണം എൻ്റെ കൂടെ 4-5 പെൺപിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത് ഫുൾ ടൈം. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ നിങ്ങൾ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വയ്ക്കരുത്. പക്ഷേ നിങ്ങളെ നിരാശപ്പെടുത്താത്തൊരു വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ ഈ ഗോവ വീഡിയോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും കാണാം. ഞാൻ ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗോവ വ്ളോഗ് കണ്ടു നോക്കൂ. ഓക്കെ, ബൈ ഗായ്സ്. അങ്ങനെ നമ്മൾ ഗോവയിൽ രാവിലെ 10:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. ഇന്നലെ വരില്ല എന്ന് പറഞ്ഞ് വിസമ്മതിച്ച മിസ്സുമാരും എല്ലാവരും പിന്നീട് വന്നത് ഒരു ഊബർ വിളിച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ തന്നെ അവരും എത്തി. കൊള്ളാം. ഗോവയിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയത് വല്ലതും കഴിക്കാനാണ്. ഞാൻ കണ്ണിൽ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ബട്ടർ മിൽക്ക് ഓർഡർ ചെയ്തു. സംഭവം ഞാൻ വിചാരിച്ച് ബട്ടറിൽ പാലൊക്കെ വീത്തി എന്തെങ്കിലും ചോക്ലേറ്റ് കിട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അത് സാധാ തൈര് കലക്കി കൊണ്ടുവരുന്നതാണെന്ന്. എന്തായാലും നമ്മൾ തേഞ്ഞ് ഇനിയിപ്പോൾ ഇത് കുടിക്കാം. അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ബീച്ചിലൊക്കെ പോയി പിന്നെ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഈ 10 ദിവസം കഴിക്കാൻ പറ്റാത്ത ഫുഡിൻ്റെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് കഴിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് വേറെ പണിയാകുന്നു, പക്ഷേ സംഭവമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദിവസം ഗോവയിൽ കടന്നുപോയി. ഗായ്സ്, അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് പാക്കപ്പ് പറയുകയാണ്. ഇതാണ് ഗായ്സ് ഞാൻ താമസിച്ച ഹോട്ടൽ. പക്ഷേ ഹോട്ടലിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും കൊള്ളായിരുന്നു, സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. ഗായ്സ്, അങ്ങനെ നമ്മൾ ഗോവയിൽ ഇൻഡസ്ട്രിയൽ വിസിറ്റ് വന്നിരിക്കുകയാണ് ഗായ്സ്. ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ നമുക്ക് എന്തായാലും അകത്തോട്ടൊക്കെ പോവാം. എനിക്ക് ഈ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. നമ്മൾ വന്നത് ടൂറിനാണ്. ഞാൻ വന്നത് ടൂറിനാണ്. ബാക്കിയുള്ളവരൊക്കെ ഇൻഡസ്ട്രിയൊക്കെ കാണാൻ വന്നതായിരിക്കും. ഞാൻ വന്നത് ടൂറിനും വ്ളോഗ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ജോലി ചെയ്യാം. പക്ഷേ ഇവിടുത്തെ വെയിലത്തൊക്കെ നിർത്തി എന്തൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ട. വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന പരിപാടിയേ ഇല്ല. പാവം പിള്ളേർ ഇതേ കുടയും ചൂടി നിൽക്കുവാണ്. ഇവിടെ നല്ലൊരു കിടിലൻ ആംബിയൻസ് ആണ്. കപ്പിളായിട്ടൊക്കെ വന്ന് ചോക്കോ ബാറും നക്കി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നമ്മളെ കൊണ്ടുവന്നത് മാവുകളെ കാണിക്കാനാണ്. നമ്മൾ കാണാത്ത മാവോ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മാവുണ്ട് ഗൈസ്. കോട്ടയ്ക്കോണം, തേൻവരിക്ക, കിളിച്ചുണ്ട, അങ്ങനെ എത്രയുണ്ട്. പക്ഷേ ഗോവയിലുള്ള ഒരു വെറൈറ്റി അറിയാമോ ഗൈസ്? അതാണ് മൽഗോവ. നിങ്ങൾ കേട്ടിട്ടില്ലേ? മൽഗോവ മാമ്പഴമല്ല, പൈനാപ്പിൾ പൂമിഴിയല്ല. അതിലെ ഗോവയാണ് ഈ ഗോവ, മൽഗോവ. ഗായ്സ്, നമ്മളങ്ങനെ രണ്ടാമത്തെ പോയ സ്ഥലം ഒരു ഓൾഡ് ഗോവ ചർച്ചാണ്. ഓൾഡ് ഗോവ ചർച്ച്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് പോവാം. ഇതേ അങ്ങോട്ട് നോക്കൂ, അവിടെ ഒന്നുമില്ല. നമുക്കിനി നേരെ പോവാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഓൾഡ് ഗോവ ചർച്ചിൻ്റെ അകത്തുകൂടി അല്ല പുറത്തുകൂടി നമ്മളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ നല്ല കല്ലുകൊണ്ടുണ്ടാക്കിയ നല്ല കിടിലൻ സംഭവമാണ് നമ്മുടെ ഓൾഡ് ഗോവ ചർച്ച്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയാണെന്ന് തോന്നുന്നു. നമ്മളെന്തായാലും പള്ളിയുടെ അകത്ത് കയറിയപ്പോൾ ക്യാമറ ഒന്നും കൊണ്ടുപോയില്ല. നമ്മളൊരു ദേവാലയത്തിൽ കയറുമ്പോൾ ഉള്ള ഒരു മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തൊന്നും കൊണ്ടുപോയില്ല. നമ്മളങ്ങനെ ബസ്സിലെത്തിയപ്പോഴത്തേക്കും ജോബിൻ ഭായ് ഇവിടെ നിന്ന് ഒരു റുബിക്സ് ക്യൂബും വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ശരിയാക്കി കാണിച്ചില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേ കുറേ നേരമായപ്പോൾ അവന് തന്നെ മനസ്സിലാവുന്നില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഇതും നോക്കിക്കൊണ്ട് നമ്മളിരുന്നാൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല. അവനെന്തായാലും അത് ശരിയാക്കട്ടെ. ഗായ്സ്, ഇനി നമ്മൾ നമ്മുടെ ബസ് നമ്പർ 3യുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. നമ്മൾ മൊത്തത്തിൽ 3 ബസ് ഉണ്ടായിരുന്നു. 1, 2, 3. അതിലെ ഏറ്റവും മികച്ച ബസ്സായിരുന്നു നമ്മുടെ ബസ് നമ്പർ 3. ഏറ്റവും വൈബുള്ള ബസ്സായിരുന്നു ബസ് നമ്പർ 3. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്കും 4 പേര് ഇതേ ബസ്സിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ നിന്ന് തന്നെ ഫോട്ടോ എടുക്കാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളുടെ ഡ്രൈവർ ബ്രോയ്ക്ക് ഒരു കുപ്പി ഫെനിയൊക്കെ നമ്മൾ സമ്മാനമായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പോവുകയാണ്. യവന്മാരിതേ മുകളിൽ നിന്ന് ചാടി ഇറങ്ങുവാണ്. ഇവന്മാർ കുരങ്ങന്മാരുടെ ജന്മമാണെന്ന് തോന്നുന്നു. ഒന്നില്ല പറഞ്ഞ ആഗോളതാപനം കാരണമാണ് ഇവിടെ ചൂട് കൂടുന്നത്. ഞങ്ങളിപ്പോ ഗോവയിലാണ്. ഗോവയിൽ ഭയങ്കര ചൂടാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ നമ്മളൊരു ബീച്ചിലെ പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മീനുണ്ട്. നമുക്ക് എന്തായാലും മീനിൻ്റെ അകത്തോടെ കയറി ഇറങ്ങാം. അയ്യേ, മീനിൻ്റെ അകത്ത് വലിയ സംഭവമൊന്നുമില്ല ഗായ്സ്. ഇവന്മാർക്ക് കുറച്ചും കൂടിയൊക്കെ കൊത്തുപണി ചെയ്യായിരുന്നു മീനിൻ്റെ അകത്ത്. എന്തായാലും മീനിൻ്റെ അകം കൊള്ളാം. നമുക്ക് ഗായ്സ് ചറുവുന്ന സാധനം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കയറി ചറുവണം. അങ്ങനെ നമ്മൾ പയ്യെ കയറുകയാണ് ഗൈസ്. ഞാൻ എന്താ ചറുവാൻ പോവുകയാണ് ഗൈസ്. ഇതെവിടെ നിന്ന് വന്നടാ ഈ പയ്യൻ? ഒരു കൊച്ചു പയ്യൻ വന്ന് ചറുവിട്ട് പോയി ഗൈസ്. ഇനി നമുക്ക് ചറുവാം. ഞാൻ 7ാം ക്ലാസ്സിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചറുവാൻ പോകുന്നത്. യാഹൂ ഹോ.
ഗായ്സ് ഇനി നമുക്കൊരു ഒരു ഊഞ്ഞാലായിട്ടായാലോ? അച്ചോ, ഇത് ചെറിയ ഊഞ്ഞാലാണ് ഗൈസ്, നമ്മളിരുന്ന് കഴിഞ്ഞാൽ ഇത് പൊട്ടി വരും, അതുകൊണ്ട് വേണ്ട. അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വെച്ച് കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അമർ അക്ബർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുതിയ മുഖോ അതിവിടെ വെച്ചെടുത്താണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് നമ്മുടെ കോവളം ബീച്ചിനേക്കാൾ നല്ല ബീച്ച് വേറെ ഇല്ലാന്ന്. ഇവിടുത്തെ ഗോവ ബീച്ചുകൾ വാട്ടർ ആക്ടിവിറ്റീസിനല്ലാതെ വേറെ ഒന്നിനും കൊള്ളത്തില്ല ഗൈസ്. അത് ഭയങ്കര അടിപൊളിയല്ലേ? വെറും പൊളിയായിരുന്നു. 12 ദിവസം ജസ്റ്റ് പൊളി. ഗായ്സ് ഇവിടുത്തെ ശഹദാദിക്കയും പെൺപിള്ളേരും കൂടെ പരദൂഷണം പറയുകയാണ്. നമുക്കതിൻ്റെ ഇടയിൽ കയറി വെറുതെ ഇൻ്റർഫിയർ ചെയ്യേണ്ട, നമുക്ക് എന്തായാലും പോവാം. ഗായ്സ് ഞാനങ്ങനെ ആദ്യമായിട്ടൊരു ഷിപ്പിൽ കയറാൻ പോവാണ്. DJ ക്രൂസ്, അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ക്രൂസ് എന്ന് പറയുന്ന ഒരു ഷിപ്പിൽ കയറാൻ പോവാണ്. ഗായ്സ് അങ്ങനെ നമ്മുടെ ഷിപ്പിൻ്റെ അകത്ത് കയറിയപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഷിപ്പിൻ്റെ അകത്തുള്ള ആംബിയൻസ്. നല്ല DJ ലൈറ്റും എല്ലാം ഇട്ടിട്ടുണ്ട്. പിള്ളേരൊക്കെ നല്ല കിടിലൻ ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ ഷിപ്പിൻ്റെ പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്കും 2 പയ്യന്മാരും ഒരു പെണ്ണും കൂടെ വന്നിട്ട് എന്തൊക്കെ കളിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ ഫോറിനേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്കിതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നു. പിന്നെ നമ്മുടെ പിള്ളേരുടെ ഒക്കെ പ്രോഗ്രാം തുടങ്ങി. തൈക്കളവി കൊണ്ടാട്ടവും തൈപ്പൂയവും കൊണ്ടാട്ടവും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവർ. പക്ഷേ പിള്ളേരൊക്കെ നല്ല ഹാപ്പിയാണ്. എല്ലാവരും ഭയങ്കര തുള്ളിച്ചാട്ടമാണ്. എല്ലാവർക്കും വീട്ടിൽ പോകാൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ടൂറ് ഇന്നത്തോടെ തീരുന്നതിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. എന്തായാലും നല്ല കിടിലൻ ഒരു ഷിപ്പിൻ്റെ ഒരു സംഭവം എല്ലാം നല്ല കിടിലമായിരുന്നു. എനിക്കങ്ങ് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം പിള്ളേരെല്ലാം നല്ല കിടിലൻ വൈബായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി കുറച്ച് വെറൈറ്റി കാണിച്ചു തരാം. ഇനി കുലുക്കി ഡാൻസാണ്. നമ്മുടെ ഹരീഷ് ഭായിയുടെ കുലുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിഖിൽ ഭായിയുടെ കുലുക്കാണ്. ആടി പൂക്കുറ്റി. അങ്ങനെ നമ്മൾ അർപ്പിജിയുടെ ഒരു മാസ്മരിക പ്രകടനം. ഇനി നമ്മുടെ DD ഭായി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഷഹദാദിൻ്റെ എനിക്ക് ഒട്ടും പിടിയിടാത്തൊരു സംഭവമാണ് ഈ സംഭവം. ഇത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോക്കടിച്ചതാണോ, ഇനിയിപ്പം വെളിച്ചപ്പാടിൻ്റെ പ്രേതം കയറിയതാണോ? അടുത്തത് സാവു. ഇവന്മാർ രണ്ടുപേരും കൂടെ എന്തോ കൂടിയ സാധനം അടിച്ച് കിളിവായിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കിടിലൻ ഷോക്കിംഗ് പെർഫോമൻസ് ആണ്. എന്തായാലും കൊള്ളാം. ഗായ്സ് അങ്ങനെ നമ്മുടെ DJ ക്രൂസിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ നമ്മൾ അവസാനിപ്പിച്ച് നമ്മൾ ഇനി പോവുകയാണ്. ഗായ്സ് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഫീഡ്ബാക്കൊക്കെ നമ്മുടെ ടൂറിനെ പറ്റി നമ്മുടെ ടൂർ കോർഡിനേറ്ററും ടീച്ചറും അതേപോലെ തന്നെ എക്സ്പ്ലോർ വേർഡിലെ മനുഫിക്കയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഇനി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഗായ്സ് നമ്മുടെ ട്രെയിൻ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ കാസർഗോഡ് എത്തി തുടങ്ങി. അപ്പം മുതൽ പിള്ളേരൊക്കെ ഇറങ്ങി തുടങ്ങി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ അങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് അവരൊക്കെ പോകുന്ന കാണുമ്പോൾ. ഈ 13 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പിള്ളേരൊക്കെ പോവുകയാണ്. ഇതേപോലെ ഒരു ട്രിപ്പ് ഇനി ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും പിള്ളേരെ കൂട്ടത്തൊരു മാസ ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ മാത്രം ഒറ്റയ്ക്കായി. നമ്മൾ ലാസ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്ന് രാത്രി 7 മണിക്കാണ്. നമ്മളിനി അവിടെ ഒരു 10-20 വരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ സൗത്ത് ഇന്ത്യ ട്രിപ്പ് കഥം ഇതോടെ കഴിഞ്ഞു. നമ്മുടെ എല്ലാ ടൂറിൻ്റെ വ്ളോഗും കഴിഞ്ഞിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ 8ാമത്തെ പാർട്ടാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് കണ്ടു നോക്കണം, കണ്ടിട്ടില്ലാത്തവർ. ഞാൻ പ്ലേ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓക്കെ, ബായ്.